പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യവ്യാപകമായി 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തുക. സംസ്ഥാന വ്യാപകമായി നാളെ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. യുദ്ധ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മോക്ക് ഡ്രിൽ. 1971 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടിക്ക് രാജ്യം സാക്ഷിയാവുന്നത്. രാവിലെ 11 മണിയോടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്തു. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ള വിവിധ ഏജൻസികളുടെ തലവന്മാരും യോഗത്തിലുണ്ടായിരുന്നു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി, തന്ത്രപ്രധാന സ്ഥാപനങ്ങളെ ശത്രുവിന്റെ കണ്ണിൽ നിന്നും മറയ്ക്കുക, അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം തുടങ്ങി ജനങ്ങൾക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. കേന്ദ്രം തയ്യാറാക്കിയ സിവിൽ ഡിഫൻസ് ജില്ലകളുടെ പട്ടികയിൽ തിരുവനന്തപുരവും എറണാകുളവുമുണ്ട്. എന്നാൽ നാളെ സംസ്ഥാന വ്യാപകമായി തന്നെ മോക്ക് ഡ്രിൽ നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ്. കേരളത്തിലെ ഡാമുകളുടെ സുരക്ഷ കൂട്ടാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും ചർച്ച നടത്തി. 12 മണിക്കൂറിനിടെ 2ാം തവണയായിരുന്നു കൂടിക്കാഴ്ച. 24 ഡൽഹി.